തിരൂർ പുഴ വിഭജിച്ച് പുറത്തൂർ പഞ്ചായത്തിനെ ഒന്നാക്കുന്ന നായർത്തോട് പാലം നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇരു ഭാഗങ്ങളിലെയും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഇനിയും അവശേഷിക്കുന്നത്. ഞാൻ ബൈജു അരിക്കാഞ്ചിറ, വെട്ടം വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാവിലക്കാട് ഭാഗത്തേക്ക് 170 മീറ്റർ നീളത്തിലും പടിഞ്ഞാറക്കര ഭാഗത്ത് 160 മീറ്ററിലുമാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുള്ളത്. ഭൂമി വിട്ട് നൽകിയ ഭൂവുടമകളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നതായും പറയുന്നു. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നിവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് നായർത്തോട് പാലം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനാവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തിയായിരുന്നു. അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് അല്പം വൈകിയത്. ആ പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സ്ഥല ഉടമകൾക്കും അവരുടെ വിട്ടുകൊടുക്കുന്ന സ്ഥലത്തിന് ആനുപാതികമായിട്ടുള്ള സംഖ്യ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള ഒരാളുങ്കൽ സൊസൈറ്റിയുടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം, അവരുടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് MLA അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അപ്രോച്ച് റോഡിൻ്റെ പണി കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഒരുപാട് കാലത്തെ ആ സ്വപ്ന പദ്ധതി നമ്മുടെ പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉപകരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറും. പുറത്ത് നിവാസികളെ സംബന്ധിച്ച് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇതോടുകൂടി പൂർത്തീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം വൈകുന്നതിന് കാരണമായത് പ്രദേശവാസികളെ, അതിന് സ്ഥലം വിട്ടുകൊടുക്കുന്ന സ്ഥലമുടമകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കുപ്രചരണങ്ങൾ നടത്തി ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ പരത്തി സ്ഥലമുടമകളെ പിന്തിരിപ്പിക്കാനുള്ള വലിയ ശ്രമം ഇതിൻ്റെ പിന്നിൽ നടന്നിരുന്നു. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഫണ്ട് കൈമാറുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ച സമയത്ത് പോലും ചില വ്ളോഗർമാരുടെ നേതൃത്വത്തിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതിൻ്റെ സ്ഥലമുടമകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തുന്ന MLAക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി തെറ്റായ പ്രചരണം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ പ്രദേശവാസികളെ സംബന്ധിച്ചറിയാം, അന്ന് അവരോട് പറഞ്ഞ രീതിയിൽ തന്നെ ഏറ്റവും ഉചിതമായ രീതിയിൽ ആ സ്ഥലമുടമകൾക്ക് ഇന്നത്തെ സർക്കാർ നിയമം പ്രകാരം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുന്ന സ്ഥലമുടമകൾക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം നൽകിക്കൊണ്ട് തന്നെ അത് അവരുടെ കൈകളിൽ എത്തിയതിന് ശേഷം മാത്രമേ പണി പൂർത്തീകരിക്കൂ എന്ന് നേരത്തെ MLA നൽകിയ ഉറപ്പ് പാലിച്ചുകൊണ്ട് ഇന്ന് ആ പ്രവർത്തനം അതിന് മുന്നോട്ട് പോവുകയാണ്. പുറത്തൂരിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായൊരു മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാം. ഭൂമി വിട്ടു നൽകിയ ഭൂവുടമകൾക്ക് പണവും നൽകി കഴിഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് റോഡ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. കൂട്ടായിപ്പാലം അപകടാവസ്ഥയിലായതോടെ നിലവിലെ ദൈർഘ്യമേറിയ ഗതാഗതം വലിയ പ്രയാസങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് ആക്കം കൂട്ടുന്നത്.
ഇപ്പോൾ പടിഞ്ഞാറക്കരയിൽ നിന്ന് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കവലക്കാടേക്ക് പോകാൻ ഒരുപാട് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ആകെ ഒരു പ്രതീക്ഷയാണ് നമ്മളെ കൂട്ടായി പാലം, അതുപോലെ റിപ്പയറിംഗ് ആയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ നമ്മൾ തന്നെ 2 കുട്ടികളെ കൊടുക്കുന്നതിന് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അധികാരികൾ പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പെട്ടെന്ന് ഓപ്പൺ ആക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ചെയ്യുക. ഞങ്ങൾ പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കണേ. അപ്പോൾ പാലം പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് നടന്നാൽ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. താൽക്കാലികമായി പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൽ മണ്ണിട്ടുയർത്തിയാൽ ഓട്ടോറിക്ഷകൾ വരെ പോകാനുള്ള സൗകര്യമുണ്ടാകുമെന്ന് പറയുന്നു. പുറത്തൂർ പടിഞ്ഞാറക്കര കൂട്ടായി പ്രദേശത്തുകാർക്ക് കൂട്ടായി പാലം ഈ കിഴക്കേക്കരയുമായി ബന്ധപ്പെടുന്നതിന് ഒരു സൗകര്യമായിരുന്നു. കൂട്ടായി പാലം അപകടാവസ്ഥയിലായി അതിലെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ നായർതോട് ഒരു പാലത്തിൻ്റെ പണി കഴിഞ്ഞ മാസങ്ങളായി. അതിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താത്തതിൻ്റെ കാരണത്താലാണ് ഈ പാലം തുറന്നു കൊടുക്കാൻ കഴിയാത്തത്. ഈ പാലം തുറന്നു കൊടുക്കുകയാണെങ്കിൽ കൂട്ടായി പാലം കൊണ്ടുണ്ടായിരുന്ന ആ സൗകര്യം ഈ പാലം മുഖേന നമുക്ക് കിട്ടുമായിരുന്നു. പടിഞ്ഞാറക്കരയിലെയും കൂട്ടായിലെയും ജനങ്ങൾക്ക് കിഴക്കേക്കരയുമായി ബന്ധപ്പെടാനും ഉള്ള ഒരു പ്രധാന യാത്രാമാർഗമെന്ന രീതിയിൽ ഈ പാലം ഉപകാരപ്പെടുന്നതാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പാലം തന്നെയാണ്. മറുഭാഗത്ത് യാതൊരു തർക്കങ്ങളും ഉണ്ടായിരുന്നില്ല. പടിഞ്ഞാറക്കര ഈ പാലത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ ഭൂമി സംബന്ധിച്ച് യാതൊരു തർക്കങ്ങളും ഇല്ല. അവിടെ റോഡ് നിർമ്മാണത്തിന് ഇങ്ങനെ ഒരു വിളംബം വരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കിഴക്കേക്കരയിലാണ് ഭൂമി സംബന്ധിച്ച് ഭൂ ഉടമകളും റവന്യൂ വകുപ്പും തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ടാവുകയും അത് ഇപ്പോൾ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു മാസത്തിലേറെയായി. ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കും എന്നാണ്. താൽക്കാലികമായി ഈ 2 കരയിലുമുള്ള ആളുകൾക്ക് ബന്ധപ്പെടുന്ന രീതിയിൽ ഈ പാലത്തിൻ്റെ സൈഡിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ, നിലവിലെ റോഡ് സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് യാത്ര വളരെ സൗകര്യപ്രദമായിരിക്കും. അതിന് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കാലതാമസം വരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ഓട്ടോറിക്ഷ പോകുന്നതിനുള്ള ഒരു സൗകര്യം അപ്പുറത്തും ഇപ്പുറത്തും മണ്ണിട്ട് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതാണ്. അതിനുള്ള നടപടി ഉടനെ എടുക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് അധികൃതരോട് പറയാനുള്ളത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 47 കോടി രൂപ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 2022 നവംബറിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. പാലം യാഥാർത്ഥ്യമായാൽ ചമ്രോട്ടം പാതയിൽ നിന്ന് വേഗത്തിൽ പടിഞ്ഞാറക്കരയിൽ എത്താം. തിരൂർ പുഴ 2 ആക്കുന്ന പുറത്തൂർ പഞ്ചായത്ത് 1 ആകുകയും ചെയ്യും. നിലവിലെ സ്ഥിതിഗതികൾ അറിയാമെങ്കിലും അധികൃതർ അപ്രോച്ച് റോഡ് നിർമ്മാണം വേഗത്തിലാക്കിയാൽ ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നമാണ് പൂവണിയുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.